ഗവേഷകർ വികസിപ്പിച്ച കടുക് വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി അംഗീകാരം നൽകിയത്. ഉൽപ്പാദനത്തിനുള്ള അന്തിമ ഉത്തരവിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഉടൻ ഒപ്പുവെച്ചേക്കും. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം ശക്തമായത്. ഡൽഹിയിൽ സർസു സത്യാഗ്രഹയുടെ ബാനറിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഭക്ഷ്യ എണ്ണയുടെ ഇറക്കുമതിക്കായി രാജ്യം കോടിക്കണക്കിന് രൂപ ചെലവിടുന്നുണ്ടെന്നും ജനിതക മാറ്റം വരുത്തിയ കടുക് ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ സാമ്പത്തിക നഷ്ടം കുറയ്ക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര നിലപാട്. എന്നാൽ കർഷക വിരുദ്ധ നടപടിയിലൂടെ കുത്തക കമ്പനികളെ സഹായിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഈ ജനിതക മാറ്റം വരുത്തിയ കടുക് കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് വിത്തുൽപാദന കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് ഹൈബ്രിഡ് വിത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ GM ടെക്നോളജി. രാജസ്ഥാന്റെയും മധ്യപ്രദേശിന്റെയും എതിർപ്പ് മറികടന്ന് BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനം പുരോഗമിക്കുകയാണ്. ജനിതക മാറ്റം വരുത്തിയ വഴുതന ഉൽപ്പാദനത്തിൽ നിന്നും എതിർപ്പുകളെ തുടർന്ന് UPA സർക്കാർ പിൻവാങ്ങിയിരുന്നു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ജനിതക വിത്തുകളെ എതിർത്ത BJP ഭരണകക്ഷിയായതോടെ നിലപാട് മാറ്റുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.